കിഫ്ബി മസാല ബോണ്ട് കേസിൽ ചോദ്യം ചെയ്യുന്ന തോമസ് ഐസക് ഇഡിക്ക് മുന്നിൽ ഇന്ന് ഹാജരാകില്ല. ഹാജരാകാൻ കഴിയില്ല എന്ന് തോമസ് ഐസക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അറിയിച്ചു. നേരത്തെ നിശ്ചയിച്ച പാർട്ടി പരിപാടികൾ ഉള്ളതിനാൽ മറ്റൊരു ദിവസം ഹാജരാകാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഡാനി പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നു. ഡാനി, എന്തായാലും ഈ ഹാജരാകാൻ വീണ്ടും നോട്ടീസ് നൽകിയെന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ തന്നെ വാർത്തകൾ പുറത്തു വന്നപ്പോൾ നമ്മൾ ഐസക്കിന്റെ പ്രതികരണം തേടിയതാണ്. കൃത്യമായ ഒരുപക്ഷെ ആലോചിച്ച് തീരുമാനമെടുക്കാം അന്ന് തന്നെ ഒരു ഐസക് പറഞ്ഞാണ് സ്വാഭാവികമായി ഹാജരാകാൻ സാധ്യതയില്ല എന്നാണ് നമ്മൾ അന്ന് തന്നെ മനസ്സിലാക്കിയത്. ഇതിപ്പോൾ പാർട്ടി പരിപാടികളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരണം നൽകിയിരിക്കുന്നു. ഇനിയുള്ള ഇ ഡി നടപടികൾ എങ്ങനെയായിരിക്കും? രഞ്ജിനി, ഇത് സംബന്ധിച്ച് ഇ ഡിയുടെ ഒരു ഔദ്യോഗികമായ ഒരു പ്രതികരണം വന്നിട്ടില്ല. പക്ഷേ സ്വാഭാവികമായും ഇത്തരം ഒഴിവുകൾ ആവശ്യപ്പെടുമ്പോൾ അവർ അനുവദിക്കാറുണ്ട്. നേരത്തെയും നൽകിയിട്ടുണ്ട്. നേരത്തെയും അദ്ദേഹത്തിന് തന്നെ നൽകിയ നോട്ടീസിൽ പിന്നീട് അത് കോടതിയിലേക്ക് അടക്കം പോകുമ്പോൾ അതിനു മുൻപ് തന്നെയും അതിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും മറ്റൊരു ദിവസങ്ങളിലേക്ക് തന്നെ മാറ്റാം. അത് അദ്ദേഹത്തിൻ്റെ സൗകര്യങ്ങൾ കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയായിരിക്കും. ഇനിയിപ്പോൾ ഇ ഡിയിൽ നിന്നുണ്ടാവുന്ന ഒരു അടുത്ത നടപടി എന്ന് പറയുന്നത് ഈ മറ്റൊരു ദിവസം കാണിച്ചുകൊണ്ട് നോട്ടീസ് അയക്കുക എന്നതാണ്. ഈ നോട്ടീസിൻ്റെ മറ്റൊരു സാങ്കത്യമെന്ന് ചൂണ്ടിക്കാണിക്കാൻ നേരത്തെ നൽകിയ നോട്ടീസ് നിരാകരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ അത് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. ഒടുവിൽ ഹൈക്കോടതി തന്നെ അതിൽ ചില കാര്യങ്ങൾ തോമസ് ഐസക് ചൂണ്ടിക്കാട്ടിയ ചില കാര്യങ്ങളുണ്ട്. തൻ്റെ വ്യക്തിഗത വിവരങ്ങളാണ് കിഫ്ബി മസാല ബോണ്ട് സംബന്ധിയായ കാര്യങ്ങൾക്കപ്പുറം ഇ ഡി ആവശ്യപ്പെടുന്നതെന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. അത് ഒരു പരിധിവരെ ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഇ ഡിക്ക് ഈ നോട്ടീസ് പിൻവലിക്കേണ്ടി വന്നിരുന്നു. ഇ ഡിക്ക് ആ നോട്ടീസ് റദ്ദാക്കേണ്ടി വന്നിരുന്നു. പക്ഷേ നിയമ നടപടികൾ തുടരാം എന്ന ഇ ഡിയോട് ഹൈക്കോടതി പറഞ്ഞിരുന്നു. കാരണം അത് നിയമപരമായ ചില അധികാരങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇത് രാഷ്ട്രീയപരമായി ഉള്ള ചില നീക്കങ്ങളുടെ ഭാഗം എന്ന് തന്നെയാണ് CPM പൊതുവിൽ വ്യാഖ്യാനിക്കുന്നത്. തോമസ് ഐസക്കിൻ്റെ പ്രതികരണവും ആ രീതിയിൽ തന്നെയായിരുന്നു. അദ്ദേഹം നേരത്തെയും നമ്മളോട് പ്രതികരിച്ചത് ഇത് സംബന്ധിയായി അഭിഭാഷകരോടടക്കം ആലോചിച്ചതിന് ശേഷം ഇതിൽ കൃത്യമായ മറുപടി നൽകും, ഹാജരാകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കുമെന്നാണ് പറഞ്ഞത്. അത് അന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇന്നിപ്പോൾ ഹാജരാകുന്നില്ല. തൻ്റെ തിരക്കുകളും മറ്റും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് ചൂണ്ടിക്കാണിച്ചതിന് ശേഷം ഇനിയിപ്പോൾ ഇ ഡിയുടെ ഭാഗത്തു നിന്ന് അടുത്ത ദിവസങ്ങളിൽ മറ്റൊരു ദിവസത്തേക്ക് സ്വാഭാവികമായും നോട്ടീസ് നൽകുന്നത് അടക്കമുള്ള നടപടികൾ ഉണ്ടാകും. അതാണ് സാഹചര്യം. മീഡിയ എന്തായാലും വീണ്ടും നോട്ടീസ് നൽകാനുള്ള സാധ്യത മുന്നിലുണ്ടല്ലോ ഡാനി. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി എടുത്തു കാണേണ്ടത് ഇപ്പോൾ തോമസ് ഐസക് ആയാലും CPM നേതാക്കളായാലും എല്ലാം വ്യക്തമാക്കുന്നത് കൃത്യമായ രാഷ്ട്രീയം ഇതിൽ ഇ ഡി ഉപയോഗിക്കുന്നുവെന്നതാണ്. പ്രത്യേകിച്ചും ഇനിയിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഫെബ്രുവരി അവസാനത്തോടുകൂടി നമുക്ക് ആ പ്രഖ്യാപനം, ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രഖ്യാപനം പ്രതീക്ഷിക്കാം. അപ്പോൾ അതിനു മുമ്പ് ഇ ഡി വീണ്ടും ഇങ്ങനെ ഈ നടപടികളിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായി അതിന് രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടാവുമല്ലോ. ആ ഒരു വാദമുയർത്തി, ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു വാദമുയർത്തിയുള്ള ഒരു പ്രതിരോധമായിരിക്കും സ്വാഭാവികമായും CPM ഉയർത്തിക്കാട്ടാൻ സാധ്യതയുള്ളതല്ലേ? തീർച്ചയായും അത് തന്നെയാണ്. കാരണം ഇപ്പോൾ തന്നെയും ഇത് പറഞ്ഞിരിക്കുന്നത് നേരത്തെ നൽകിയ നോട്ടീസും രാഷ്ട്രീയ പ്രേരിതം തന്നെയാണ്. ഇ ഡി അത് പല ഭാഗങ്ങളിൽ, രാജ്യത്തിൻ്റെ പല ഭാഗത്തും പല നേതാക്കളെയും ഇ ഡി ഈ രീതിയിൽ തന്നെയാണ് സമീപിക്കുന്നത്. കേരളം അതിൻ്റെ ഒരു വികസനത്തിൻ്റെ പാതയിലേക്ക് പോകുമ്പോൾ കേരളം ഈ മസാല ബോണ്ടിലൂടെ അടക്കം നിക്ഷേപത്തിനുള്ള പണം കണ്ടെത്തും, അല്ലെങ്കിൽ മുന്നോട്ട് പോകാനുള്ള വികസനത്തിനുള്ള പണം കണ്ടെത്തുമ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ നടപടിയെന്നാണ് കിഫ്ബി നടത്തിയ മസാല ബോണ്ടിലൂടെ വിദേശ പണം സ്വരൂപിച്ചതിൽ അതിൽ നിലവിലുള്ള നിയമങ്ങൾ ലംഘിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഒരു പരിശോധനകൾക്ക് വേണ്ടിയാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. പക്ഷേ അത്തരം കാര്യങ്ങളെല്ലാം തന്നെയും ഈ സംസ്ഥാനത്തിൻ്റെതായ രീതിയിലുള്ള അധികാരങ്ങളുടെ ഒരു ഇടപെടൽ കൂടിയാണ്. അത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടി തന്നെയാണ് എന്ന് CPM പറയുന്നു. കേരളത്തിൻ്റെ വികസനത്തിന്, കേരളത്തിൻ്റെ വായ്പകൾ അനുവദിക്കാതിരിക്കുമ്പോൾ കേരളം മറ്റു രീതിയിലേക്ക് വഴികൾ കണ്ടെത്തുമ്പോൾ അതിനെ കൂടി തടയിടാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾ, അത് ഇ ഡിയിലൂടെ നടത്തുന്ന ശ്രമങ്ങൾ എന്ന രീതിയിലാണ് CPM-ഉം ഇടതുപക്ഷവും പൊതുവിൽ ഇതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇ ഡി ഇപ്പോൾ തോമസ് ഐസക്കിന് മുൻ ധനകാര്യമന്ത്രിയെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ട് വിവാദങ്ങളിലേക്ക് കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. അതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നാണ് CPM വ്യക്തമാക്കുന്നത്. രഞ്ജിനി സൂചിപ്പിച്ചതുപോലെ ഇനി തെരഞ്ഞെടുപ്പിൻ്റെ ഒരു നാളുകളിലേക്ക് എത്തുമ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് കുറെ കൂടി ചൂടുപിടിക്കാൻ തന്നെയാണ് സാധ്യത. അതുകൊണ്ട് തന്നെയാണ്
തോമസ് ഐസക്കിനും മറ്റ് കിഫ്ബി ഉദ്യോഗസ്ഥർക്കും വീണ്ടും നോട്ടീസ് അയക്കാനുള്ളൊരു സജീവ സാധ്യതയുള്ളത്. അത് വരും ദിവസങ്ങളിൽ തന്നെ വീണ്ടും അത് തുടരുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഈ രാഷ്ട്രീയപരമായ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ്, രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടി തന്നെയാണ് ഈ നോട്ടീസ് അയക്കുന്നതെന്നുള്ള വാദം ഒന്നുകൂടി ചൂടുപിടിക്കുകയും ചെയ്യും. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ഇ ഡി വീണ്ടും നോട്ടീസ് അയക്കാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. കൃത്യമായ രാഷ്ട്രീയം ഇതിന് പിന്നിലുണ്ട് എന്നാണ് തോമസ് ഐസക് ആയാലും CPM ആയാലും ഇതിനെ പ്രതിരോധിച്ചുകൊണ്ട് വ്യക്തമാക്കുന്നത്. ഡാനി പോളാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.